ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജീവൻ രാജ്. അപ്പോൾ നമ്മൾ ഫാറ്റ് ലോസ് സീരീസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. വർക്കൗട്ട്സിനെ കുറിച്ചിട്ട്, എന്ത് വർക്കൗട്ട്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, അതെന്താ ജിമ്മിന് എത്ര ഇമ്പോർട്ടൻസ്, ജിമ്മ് പോയില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടിരുന്നൂടെ, എന്തിനാണ് ജിമ്മിലേക്ക് പോകുന്നത്, നമുക്ക് ഓടിക്കൂടെ നടന്നുകൂടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴല്ല, എപ്പോഴും വന്നിട്ടുള്ള ചോദ്യമാണിത്. അതുകൊണ്ട് ഞാൻ ആൻസർ ചെയ്യാൻ, സാധാരണ ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് ആൻസർ ചെയ്യാറുള്ളൂ. പബ്ലിക്കായിട്ട് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനറലി എല്ലാവരുടെയും മൈൻഡിലുള്ള ഒരു ടോപ്പിക് മാതിരി എനിക്ക് തോന്നുന്നു, പൊതുവേ സൊസൈറ്റിയിലുള്ള ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മൾ ജിമ്മിൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ്, വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഏതൊരു സ്പോർട്സ് ഐറ്റം, ഏതൊരു അത്ലറ്റിക് ഐറ്റം എടുത്ത് നോക്കിയാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പ് സ്പോർട്സ് ആണ്, ടീം സ്പോർട്സ് ആണെങ്കിലും, അതിലൊക്കെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എലമെന്റ് ഉണ്ടാവും, ഒരു ട്രെയിനിങ് എലമെന്റ് ഉണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ കപ്പാസിറ്റി, നമ്മുടെ അത്ലറ്റിക് കപ്പാസിറ്റി ആണെങ്കിലും നമ്മുടെ ഹ്യൂമൻ ഫിസിക് പൊട്ടൻഷ്യൽ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ഇൻക്രീസ് ചെയ്യാന്നുള്ളതിന്റെ ഒരൊറ്റ ഫാക്ടറുകൾ നമ്മുടെ മസിൽ മാസ് കൂട്ടുക, അല്ലെങ്കിൽ മസിൽ ഫൈബേഴ്സിന്റെ എമൗണ്ട് കൂട്ടുക, അതായത് മസിൽ ഫൈബേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നതിന്റെ എഫിഷ്യൻസി കൂട്ടുക. ഇത് ഏറ്റവും കൺട്രോൾഡ് ആയിട്ടും ഏറ്റവും സേഫ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ജിമ്മ്. ഓക്കെ, അവിടെയാണ് നമുക്ക് മെഷീൻസ് ആണെങ്കിലും മൂവ്മെന്റ്സ് ആണെങ്കിലും നമ്മുടെ ബേസിക് പാറ്റേൺ മൂവ്മെന്റ്സ് ആണെങ്കിലും റെസിസ്റ്റൻസ് പ്രൊഫൈലിൽ ഇൻക്രീസ് ചെയ്ത് സേഫ് ആയിട്ട് ട്രെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെതായിട്ടുള്ള കൺവേർഷൻ നമ്മൾ എന്ത് സ്പോർട്സിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജനറൽ ലൈഫിലാണെങ്കിൽ പോലും ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ലോഞ്ചവിറ്റി ആണെങ്കിലും നമ്മളുടെ ഒരു ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകുക എന്നുള്ളൊരു കാര്യമാണെങ്കിലും ഓൾഡ് ഏജിലേക്ക്, അതായത് വയസ്സാവും തോറും നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം മസിൽ മാസ് ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് എത്രത്തോളം മസിൽ മാസ് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മുടെ ബോഡി ഫങ്ഷൻസ് എല്ലാം സ്മൂത്ത് ആയിട്ടിരിക്കും. അതേ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് മാറാൻ പറ്റും. നമ്മുടെ ഷുഗർ ആയിക്കോട്ടെ, ഡയബറ്റീസ് ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ബ്ലഡ് പ്രഷർ ആയിക്കോട്ടെ, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്തിൽ മസിൽ മാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ട് പറ്റുന്ന ഒരു ഏറ്റവും ഈസി ആയിട്ട്, ഒരു മനുഷ്യനെ കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മസിൽ മാസ് ഹോൾഡ് ചെയ്യാന്നുള്ളത്. പക്ഷേ ഈസി ആയിട്ട് എന്ന് പറയുമ്പോൾ അത് ഒരു സമയം തൊട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് വന്നിട്ട് നമ്മളത് ഹാബിറ്റായിട്ട് കൊണ്ട് നടന്നാലാണ് ആ മസിൽ മാസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏജ് കയറും തോറും നമ്മുടെ ശരീരത്തിൽ നിന്ന് മസിൽ ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നാച്ചുറലി അങ്ങനെയാണ്. വയസ്സാവും തോറും മസിൽ ഫൈബേഴ്സ് അതിൻ്റെ എമൗണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു പോവുള്ളൂ. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ ആ മസിലിനെയൊക്കെ ഫംഗ്ഷൻ ചെയ്യിപ്പിച്ച് അതിൻ്റെ എമൗണ്ട് മാക്സിമം ഹോൾഡ് ചെയ്ത് നിർത്തുന്നതിലാണ് നമുക്ക് ലോഞ്ചവിറ്റി ഉണ്ടാവുക. സ്മൂത്തായിട്ട് വയസ്സാം കാലത്താണെങ്കിലും ശരി, നടക്കാനും വടിയിലൊന്നും ആവശ്യമില്ലാണ്ട് നടന്നു പോകാനും സ്റ്റെപ്സ് കയറാനും ഓടാനും ചാടാനും ഒക്കെ പറ്റണമെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ കുറച്ചൊക്കെ മസിൽ മാസ് ഹോൾഡ് ചെയ്യുക. അതിന് റെസിസ്റ്റൻസ് ട്രെയിനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. റെസിസ്റ്റൻസ് ട്രെയിനിങ് പൊതുവേ എല്ലാവർക്കും പബ്ലിക്കിന് ഓപ്പൺ ആയിട്ട് കൊടുക്കുന്ന ഒരു സെറ്റപ്പാണ് ജിം. അതുകൊണ്ടാണ് ജിമ്മിലെ വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും അതിനൊരു സ്റ്റേജ്, എപ്പോഴും ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ്. ബോഡി ബിൽഡിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ബോഡി ബിൽഡിംഗ് എന്നുള്ള രീതിക്ക് കാണരുത്. ജിമ്മിൽ പോയിട്ട് ഒരുപാട് പേര് ഹെൽത്തിന് വേണ്ടിയിട്ട്, അതായത് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിന് വേണ്ടിയിട്ടും വെൽനെസ്സിന് വേണ്ടിയിട്ടൊക്കെ വർക്കൗട്ടുകൾ ചെയ്യാം. ബോഡി ബിൽഡിംഗ് എന്നുള്ള ആസ്പെക്റ്റിൽ നിങ്ങൾ നോക്കണം. ബോഡി ബിൽഡിംഗ് ഇസ് എ വെരി കോംപ്ലെക്സ് സയൻസ് ബേസ്ഡ്